ശ്രീതു വീടിൻ്റെ ഉള്ളോട്ട് കയറിയിട്ട് അർജുനെ കണ്ട ഭാവം വയ്ക്കുന്നില്ല. വീടിൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, വെൽക്കം അനൗൺസ് ചെയ്തു. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് 2 ദിവസമായിട്ട് ഞാൻ ഈ വോയിസ് മിസ്സിങ് ആയിരുന്നു, ബിഗ് ബോസിൻ്റെ വോയിസ് മിസ്സിങ് ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരണ്യം പറയുന്നുണ്ട് മിസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അർജുൻ്റെ ഒരു വള പൊള്ളിയിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഊരി കൊടുത്തു. അത് കഴിഞ്ഞ് ആൾ നേരെ പോയത് ജാൻമണിയുടെ അടുത്തേക്കാണ്. ജാൻമണിയെ പോയിട്ട് ശ്രീതു കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മ നിങ്ങൾ 2 പേരെയും അന്വേഷിച്ചു എന്നുള്ളത്. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറാണെങ്കിൽ പോലും മതി പുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് ടപ്പേ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോഴത്തെ 2 ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഓൾമോസ്റ്റ് ശ്രീതു ഈവൻ ലൈക്ക് അർജുനോട് ചോദിച്ച കാര്യങ്ങളും A to Z അർജുൻ്റെ കാര്യങ്ങളെല്ലാം ആശാത്തി അറിഞ്ഞിട്ടുണ്ട്. ശ്രീതുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രീതുവിൻ്റെ അടുത്ത് ജെന്യൂനായിട്ട് നിൽക്കണമെന്ന് ശ്രീതു വാശി പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഷീ ഡോണ്ട് ലൈക്ക് ഫേക്ക് പേഴ്സണാലിറ്റി. എസ്പെഷ്യലി തമിഴ് ചെന്നൈ ആൾക്കാർ അങ്ങനെയാണ്, ഭയങ്കര ജെന്യൂനാണ്. അവർ ലൈക്ക് പാസം കൂടുതലാണ്, അവർക്ക് ഭയങ്കര ട്രസ്റ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ജാൻമണിയായിട്ടുള്ള റിലേഷൻ കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുമാത്രമല്ല ജാൻമണി ലൈക്ക് ഈ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് ജാൻമണിയായിട്ട് എന്തെങ്കിലും തപ്പാ റിലേഷൻ എടുക്കുന്നു നോക്കുമ്പോൾ ഇല്ല, നത്തിങ്. ഈ പറഞ്ഞ പോലെ ഒരു വർക്കിന് കണ്ടിട്ടുണ്ട് നല്ല രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. എനിക്കറിയത്തില്ല അർജുൻ അതെന്തിനാണ് അവിടെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതെന്നല്ല. മേ ബി ബിഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ഒക്കെ ഇത് പബ്ലിക്കിൽ പോകുന്ന സംഭവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അറ്റ്ലീസ്റ്റ് നേരത്തെ അറിയാമായിരുന്നെങ്കിലും പറയാമായിരുന്നു, പറഞ്ഞില്ല. എപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ ജന്മണി ആണെങ്കിലും ജന്മണി കയറിയിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. ഡോൺ ലവ് മീ എന്നുള്ളൊരു വർത്തമാനം മാത്രമേ അർജുനോട് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയ ശ്രീതു അല്ല, തിരിച്ചകത്തോട്ട് വന്നപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം പരിപാടി സംഭവങ്ങൾ പണിയെല്ലാം വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അർജുനെ കണ്ട ഭാവം പോലും വയ്ക്കുന്നില്ല. അപ്പോൾ അർജുനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ നുണ പറയാതിരിക്കുക, റിലേഷൻഷിപ്പിൽ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും കാര്യങ്ങൾ മാറ്റി പറയാതിരിക്കുക. കാരണം ട്രസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. ചെറിയൊരു കാര്യമാണെങ്കിലും അത് മാറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതെന്ത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണെന്നും എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരിക്കലും ജെന്യൂനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ലൈക്ക് ആ ഒരു കോംബോ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു പണ്ടാറടങ്ങി. അപ്പോൾ ഇനി ജന്മനായിട്ട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങൾ മോർ ഡീറ്റെയിലായിട്ട് എന്തായാലും അറിയായിരിക്കും. ഇപ്പോൾ അമ്മ പറഞ്ഞ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ശ്രീതു അറിഞ്ഞിട്ടുണ്ട്. സോ ഷീ ഈസ് ടോട്ടലി ബോൾഡ് ആൻഡ് ഇനി മുന്നോട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും അർജുനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം ശ്രീതു കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ജാസ്മിൻ പറഞ്ഞ വീണ്ടും പറയാണ്, ശ്രീതു അർജുൻ ആണ് ലക്കിയസ്റ്റ് കണ്ടസ്റ്റൻസ് ഇൻ ദിസ് സീസൺ. ഒന്നും ചെയ്യാതെ ഇവിടം വരെ എത്തിയ 2 വ്യക്തികളാണിത്. അടുത്ത അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. വലിയ പണിയൊന്നും എടുക്കാതെ നൈസായിട്ട് ഇവിടം വരെ അങ്ങോട്ട് സ്ട്രെയിനൊന്നും എടുക്കാതെ ഒന്നും എടുക്കാതെ കൂളായി ഇങ്ങനെ പോവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ടാസ്ക് വൈസ് ഈസ് ഓക്കെ, ബട്ട് ഒരു കോണ്ടൻറ്റ് ഇപ്പം ജിൻ്റെപ്പം പറഞ്ഞ മാതിരിയൊക്കെ 100 ദിവസം എങ്ങനെ എൻ്റെ ഉള്ളിൽ നിൽക്കാം പറ്റത്തില്ല. അത്രയും ടഫാണ് ടു ബി ഫ്രാങ്ക്. പക്ഷെ ഇവർക്ക് ഈസി ആയിരുന്നു.